മകളെ, ജെറുസലേം പ്രയർ ലൈനിലെ 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് ഇതാ നമ്മളെല്ലാം സജ്ജമായി. ഒരു വർഷം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഒന്നുപോയ തെറ്റുകളെ കുറിച്ച് മാപ്പപേക്ഷിക്കേണ്ട ഒരു ദിനം കൂടിയാണിന്ന്. മകളെ, നാം ആഗ്രഹിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല. ചോദിക്കുന്നത് നൽകുന്നത് മാത്രമല്ല, ചോദിക്കുന്നത് നൽകാതിരിക്കുന്നതും ദൈവസ്നേഹമാണെന്ന് ഒന്ന് വിശ്വസിക്കൂ. റോമർ 7-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. മകളെ, ധനികനോ ദരിദ്രനോ, അറിവുള്ളവനോ അറിവില്ലാത്തവനോ, പരിചിതനോ അപരിചിതനോ, സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. വെറുക്കുന്ന തിന്മയിലേക്കാണ് മനുഷ്യൻ നീങ്ങുന്നത്. അതിന്റെ കാരണം എന്താണ്? പൗലോസ്ലീഹ പറയുന്നു, പ്രവൃത്തി മൂലമുള്ള പാപമുണ്ട്. മദ്യപാനം, ലഹരി വസ്തു ഉപയോഗിക്കുന്നതൊക്കെ. മനോഭാവത്തിലുള്ള പാപമുണ്ട്. അജ്ഞത, അവിവേകം. അവയവങ്ങളിലെ പാപങ്ങളുണ്ട്. അസൂയ, മോഹം, ക്രോധം. ഇതൊക്കെ എത്ര തീരുമാനമെടുത്താലും പിന്നെയും പാപത്തിലേക്ക് വഴുതി വീഴുന്നു. സുഖലോലുപത, മദ്യലഹരി, അവിഹിത വേഴ്ച, വിഷയാസക്തി, കൂടാതെ കുറ്റം പറച്ചിൽ, വിധി പ്രസ്താവിക്കൽ, പരദൂഷണം, സ്വാർത്ഥത, ധനമോഹം, അസൂയ, സ്ഥാനമോഹം. എപ്പോഴും ഇത് വിട്ടുമാറണമെങ്കിൽ ഒരു ആത്മീയ പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകണം. നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അസ്വസ്ഥപ്പെടാതിരിക്കുക. ദൈവ പദ്ധതി പ്രകാരമാണ് എല്ലാം നടക്കുന്നെന്ന് വിശ്വസിക്കുക. ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കുക. ശരണം വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തീരുമാനങ്ങളെയും, എല്ലാ നിയോഗങ്ങളെയും യേശുവിന്റെ മുറിവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു നാൾ അവയുടെ മേൽ ഭരണം നടത്താൻ, തിന്മയുടെ മേൽ ഭരണം നടത്താൻ കർത്താവ് നമുക്ക് അനുഗ്രഹം തരും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ രോഗികളെയും നീ സുഖപ്പെടുത്തണമേ. എല്ലാ നിയോഗങ്ങളും നീ ഏറ്റെടുക്കണമേ. എല്ലാവർക്കും സൗഖ്യവും സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച സർവ്വ മക്കളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.